കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മളൊരു ചായയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്താണ് ചായ ഇങ്ങനെയല്ല ഉണ്ടാക്കുന്നത്, ചായ ഇങ്ങനെ ഉണ്ടാക്കിയാൽ അതിൻ്റെ ഗുണം നഷ്ടപ്പെടുമെന്ന്. അപ്പം അതിൻ്റെ രീതികളൊക്കെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചായ ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പം നമ്മൾ 1 കപ്പ് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 2.5 ടീസ്പൂൺ തേയിലപ്പൊടി ചേർത്തിട്ട് അടച്ചു വെക്കുക. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് അത് മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. 1 കപ്പ് പാലാണ് എടുക്കുന്നത്. 2 പേർക്കുള്ള അളവാണ് നമ്മൾ കാണിക്കുന്നത്. പാലിൽ വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കാം. പാലിൽ പഞ്ചസാരയും ഇപ്പോൾ ചേർക്കരുത്. ഇനി നമ്മൾ നേരത്തെ 5 മിനിറ്റ് മാറ്റി വെച്ചിരിക്കുന്ന തേയില ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. അതിന് മുന്നായിട്ട് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. അരിച്ചിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തിളപ്പിച്ച പാലും കൂടെ ചേർത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ 1-2 തവണ ഒന്ന് അടിച്ചിട്ട് എടുക്കാം. നല്ല ടേസ്റ്റിയാണ്. ഇങ്ങനെ ചായ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു ചായയുടെ ഫ്ലേവറും കിട്ടും. അതുപോലെ തന്നെ ഇത് കുടിക്കുമ്പോൾ നല്ലൊരു ഉന്മേഷവും കിട്ടും. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ചായയിൽ നിന്ന് വ്യത്യസ്തമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും.